ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പോർട്സ് അറീന. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയറിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വീക്കായി ഇന്റർനാഷണൽ ബ്രേക്ക് ആയിരുന്നു. എല്ലാ പ്ലെയേഴ്സും തന്നെ ഇന്റർനാഷണൽ ഡ്യൂട്ടിയിൽ തിരക്കിലായിരുന്നു. യൂറോപ്പിൽ UEFA നാഷണൽസ് ലീഗ് നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മാച്ച് ആയിരുന്നു. എന്തായാലും ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീലും അർജന്റീനയും വിജയിച്ച് കയറുകയാണ്. ബ്രസീൽ ടേബിൾ 1-ാം സ്ഥാനത്താണ്, 4 മത്സരങ്ങൾ അവർ വിജയിച്ചു. അതുപോലെ തന്നെ അർജന്റീന 2-ാം സ്ഥാനത്ത് തന്നെയുണ്ട്. 3 വിജയവും ഒരു സമനിലയുമായി അർജന്റീന മികച്ച രീതിയിൽ മുന്നേറുകയാണ്. അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ നാഷൻസ് ലീഗിൽ എ ഗ്രൂപ്പിൽ നിന്നും സെമി ഫൈനലിസ്റ്റുകൾ ആയിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ സെമി ഫൈനലിൽ കയറിയിരിക്കുന്ന 4 ടീമുകൾ ഇറ്റലി, സ്പെയിൻ, ബെൽജിയം, അതുപോലെ തന്നെ ഫ്രാൻസ് എന്നീ 4 ടീമുകളാണ്. തീർച്ചയായും അടുത്ത് തന്നെ UEFA നാഷണൽസ് ലീഗ് എ ഗ്രൂപ്പിന്റെ ചാമ്പ്യൻ ആരാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് ഇത്തവണ ഇഞ്ചേർഡ് ആയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പ്ലെയേഴ്സ് സല പോലെയുള്ള കുറച്ച് പ്ലെയേഴ്സ് കോവിഡിലുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരുപാട് മാനേജേഴ്സ് കൺഫ്യൂഷനിലാണ്. തങ്ങൾ വൈൽഡ് കാർഡ് എടുക്കണോ അതോ ഡിസംബറിലേക്ക് പോകുമ്പോൾ ഡിസംബറിൽ 6 ഗെയിം വീക്കുകളുണ്ട്. തീർച്ചയായും ഇഞ്ചുറി വരാനുള്ള സാധ്യത ഡിസംബറിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് കൂടുതൽ മാനേജേഴ്സും. ക്യാഷ് കളഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യണം. ഓൾറെഡി വൈൽഡ് കാർഡ് എടുത്ത മാനേജേഴ്സ് ഉണ്ടാവും. തീർച്ചയായും അവർക്ക് ക്യാഷ് കളഞ്ഞ് പുതിയ പ്ലെയേഴ്സിനെ തങ്ങളുടെ ടീമിലേക്ക് ട്രാൻസ്ഫറിങ് ചെയ്യേണ്ട അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും സ്പോർട്സ് അറീനയുടെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഗെയിം വീക്ക് 9ലേക്ക് പോകുമ്പോൾ ഉള്ള ഫിക്സ്ചറിനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈസിയും ഡിഫിക്കൽട്ടുമായിട്ടുള്ള ഫിക്സ്ചേഴ്സുള്ള ടീമിനെ പറ്റി പരിചയപ്പെടുത്തും. തീർച്ചയായും ട്രാൻസ്ഫർ ഔട്ടും ട്രാൻസ്ഫർ ഇന്നും നേരിട്ട പ്രധാന താരങ്ങളെ പരിചയപ്പെടാം. അതുപോലെ ഏറ്റവും അധികം ഇഞ്ചുറി വന്നിട്ടുള്ള പ്ലെയേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഗെയിം വീക്ക് 9ൽ കളിക്കാൻ സാധ്യത ഇല്ലാത്ത താരങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. തീർച്ചയായും ഗെയിം വീക്ക് 9ലേക്ക് പോകുമ്പോൾ ഒരുപാട് ട്രാൻസ്ഫേഴ്സ് നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള, അതായത് കുറച്ച് മാനേജേഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള എന്നാൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പെർഫോം സാധ്യതയുള്ള പ്ലെയേഴ്സിനെ കൂടി തീർച്ചയായും സ്പോർട്സ് അറീന നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് ഗെയിം വീക്ക് 9ന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് 4:30 ആണ്. ഡെഡ്ലൈന് മുന്നേ തന്നെ എല്ലാ മാനേജേഴ്സും കൃത്യമായി തന്നെ ട്രാൻസ്ഫേഴ്സ് നടത്തുക. അതുപോലെ തന്നെ തീർച്ചയായും വളരെ ശ്രദ്ധിച്ച് വേണം ട്രാൻസ്ഫേഴ്സ് നടത്താൻ. ഡിസംബറിലേക്ക് പോകുമ്പോൾ തീർച്ചയായും 6 ഗെയിം വീക്കുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ നടത്തുമ്പോൾ കൂടി ശ്രദ്ധിക്കുക. എന്തായാലും ഡെഡ്ലൈന് മുന്നേ തന്നെ എല്ലാവരും ട്രാൻസ്ഫേഴ്സ് നടത്തുക, പ്ലേയിങ് 11 സെറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗെയിം വീക്ക് 9ലേക്ക് പോകുമ്പോൾ എല്ലാ ടീമുകൾക്കും മത്സരമുണ്ട്. 20 ടീമുകൾക്കും ഗെയിം വീക്ക് 9ൽ മത്സരങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഗെയിം വീക്ക് 9ൽ മാഞ്ചസ്റ്റർ സിറ്റി സ്പേഴ്സും ആയിരിക്കും ഏറ്റുമുട്ടുക. തീർച്ചയായും നല്ലൊരു മത്സരമായിരിക്കും. അതുപോലെ ഗെയിം വീക്ക് 9ൽ ലിവർപൂളും ലെയ്സ്റ്ററും തമ്മിലായിരിക്കും മത്സരം. തീർച്ചയായും 2 നല്ല മത്സരങ്ങൾ ഗെയിം വീക്ക് 9ലുണ്ട്. എന്തായാലും നമുക്ക് ഗെയിം വീക്ക് 9ലേക്ക് പോകുമ്പോൾ ഫിക്സ്ചർ ഈസിനെസ്സും ഡിഫിക്കൽട്ടിയും ആദ്യം ഒന്ന് പരിശോധിക്കാം. ഗെയിം വീക്ക് 9ലേക്ക് പോകുമ്പോൾ ആർസൺ വില്ലയ്ക്ക് വളരെ നല്ല ഫിക്സ്ചേഴ്സ് ആണ് വരാനിരിക്കുന്നത്. തീർച്ചയായും ഇനി വരുന്ന ഒരു 5ഓളം ഗെയിം വീക്കുകൾ ആർസൺ വില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ഫിക്സേഴ്സ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർസൺ വില്ലയിൽ നിന്നും ഗ്രീലിഷിനെ പോലെയോ അല്ലെങ്കിൽ മഗ്ഗിനെ പോലെയുള്ള മിഡ്ഫീൽഡേഴ്സിനെയും മറ്റും തെരഞ്ഞെടുക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. അതുപോലെ തന്നെ ഡിഫൻസിൽ നിന്നും പ്ലെയേഴ്സിനെ എടുക്കുന്നതും നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും. ഇനി ക്രിസ്റ്റൽ പാലസിലേക്ക് പോവുകയാണെങ്കിൽ അവർക്കും വരാൻ പോകുന്ന 3ഓളം ഗെയിം വീക്കുകൾ ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. സാഹയെ പോലെയുള്ള താരങ്ങൾ ക്രിസ്റ്റൽ പാലസിൽ നിന്നും എടുക്കുന്നത് നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും. ഇനി എവർട്ടണിലേക്ക് പോവുകയാണെങ്കിൽ അവർക്കും ഇനി വരുന്ന ഒരു 3ഓളം ഗെയിം വീക്കുകൾ ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഈ ഗെയിം വീക്കിൽ ഈസി ആയിട്ടുള്ള ഫിക്സറാണ്. അതുപോലെ വരാൻ പോകുന്ന 2ഓളം ഗെയിം വീക്കുകളും ആവറേജ് ആയിട്ടുള്ള ഫിക്സേഴ്സ് തന്നെയാണ്. ബ്രൂണോ ഫെർണാണ്ടസിനെ പോലെയുള്ള താരങ്ങൾ എടുക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. ഇനി നമ്മൾ ലിവർപൂളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ലിവർപൂളിന് ഒരുപാട് പ്ലെയേഴ്സ് ഇഞ്ചേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഗെയിം വീക്കിൽ ലെയ്സ്റ്റർ ആയിട്ടാണ് അവരുടെ മത്സരം. ഇഞ്ചേർഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ക്ലോപ്പ് എപ്രകാരമായിരിക്കും പുതിയ ടീമിനെ ഇറക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ ഇതിന് ശേഷം വരുന്ന 2 ഗെയിം വീക്കിൽ ലിവർപൂളിന് ഈസി ആയിട്ടുള്ള ഫിക്സറാണ്. പക്ഷേ ഇഞ്ചുറി തീർച്ചയായും അവർക്കൊരു പ്രധാനമായ വെല്ലുവിളി ഉയർത്തുമെന്ന് നമുക്ക് കരുതാം. അതുപോലെ മറ്റൊരു ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗെയിം വീക്കിൽ അവർക്ക് സ്പേഴ്സ് ആണ് എതിരാളികൾ. പക്ഷേ ഇതിന് ശേഷം വരുന്ന ഒരു 5ഓളം ഗെയിം വീക്കുകൾ അവർക്ക് ഈസി ആവറേജ് ആയിട്ട് ഫിക്സറാണ്. അതിൽ ഒരു 2 ഗെയിം വീക്ക് കഴിഞ്ഞാൽ യുണൈറ്റഡ് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ മത്സരങ്ങളും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. അതുകൊണ്ട് സിറ്റിയിൽ നിന്നും ഡിബ്രൂണയെ പോലെയുള്ള താരങ്ങളെ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു തീരുമാനമാവാനാണ് സാധ്യത. ഇനി നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സേഴ്സിലുള്ള കുറച്ച് ടീമുകളെ പരിചയപ്പെടാം. അതിൽ വോൾസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ടീം. വോൾസിന് ഇനി വരാനിരിക്കുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. തീർച്ചയായും വോൾസിൽ നിന്ന് പ്ലെയേഴ്സിനെ മാറ്റി നിർത്തുന്നത് കൂടുതൽ നല്ലതാവാനാണ് സാധ്യത. അതുപോലെ തന്നെ
ഇനി വരുന്ന ഗെയിം വീക്കിൽ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. സോഡിനെ പോലെയുള്ള താരങ്ങളെ കുറെ മാനേജേഴ്സ് ഒഴിവാക്കി തുടങ്ങിയിട്ട് കൂടിയുണ്ട്. അതുകൊണ്ട് സ്പേഴ്സിൽ നിന്നും താരങ്ങളെ മാറ്റി നിർത്തുന്നതും നല്ലൊരു തീരുമാനമാവാനാണ് സാധ്യത. അതുപോലെ ഫുള്ളമിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന ഗെയിം വീക്കുകൾ ടഫായിട്ടുള്ള ഫിക്സേഴ്സ് ആയിരിക്കും. തീർച്ചയായും ഫുള്ളമിന്റെ താരങ്ങളെയും ടീമിൽ നിന്നും ഒഴിവാക്കുന്നത് നല്ല തീരുമാനമായിരിക്കും. എന്തായാലും ബാക്കിയുള്ള ടീമുകൾക്ക് ഈ ഗെയിം വീക്കിൽ അല്പം ഈസി ആവറേജ് ആയിട്ടുള്ള ഫിക്സേഴ്സ് തന്നെയാണ്. തീർച്ചയായും ഗെയിം വീക്കിൽ നിങ്ങൾ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫറോ വൈൽഡ് കാർഡോ എടുക്കുമ്പോൾ തീർച്ചയായും ഇനി അങ്ങോട്ടേക്ക് 3-4 ഗെയിം വീക്കുകൾ ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ഉള്ള ടീമുകളിൽ നിന്നും പ്ലെയേഴ്സിനെ എടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ഗെയിം വീക്ക് 9 പോകുമ്പോൾ ഏറ്റവും അധികം ട്രാൻസ്ഫർ ഇന്നും ട്രാൻസ്ഫർ ഔട്ടും നേരിട്ട താരങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി ട്രാൻസ്ഫർ ഇൻ നോക്കാം. ഏറ്റവും അധികം ട്രാൻസ്ഫർ ഇൻ നേടിയ താരം ഈ ഗെയിം വീക്കിലേക്ക് പോകുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. കഴിഞ്ഞ ഗെയിം വീക്കിലെ മികച്ച പെർഫോമൻസും അതുപോലെ തന്നെ ഇനി യുണൈറ്റഡിന് അല്പം ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ് വരാനിരിക്കുന്നതും. തീർച്ചയായും അതുകൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസിനെ ഒരുപാട് മാനേജേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തായി CH ആണ്. CHും കഴിഞ്ഞ ഗെയിം വീക്കിലെ മികച്ച പെർഫോമൻസ് ആണ് ചെൽസിക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനേജേഴ്സ് അദ്ദേഹത്തെയും ചൂസ് ചെയ്തു. മൂന്നാമതായി ഗ്രീലിഷ് ആണ്. ഗ്രീലിഷും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. ആസ്റ്റൺ വില്ലയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. അതുകൊണ്ടും ഒരുപാട് മാനേജേഴ്സ് ഗ്രീലിഷിനെയും ടീമിൽ ഉൾപ്പെടുത്തി. നാലാമതായി ചിൽവെൽ ആണ്. ചിൽവെലും ചെൽസിക്ക് വേണ്ടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായും ഒരുപാട് മാനേജേഴ്സ് ചിൽവെലിനെയും ടീമിൽ ഉൾപ്പെടുത്തി. അടുത്തതായി വാറ്റ്കിൻസ് ആണ്. കഴിഞ്ഞ ഗെയിം വീക്കിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. കൂടാതെ ആസ്റ്റൺ വില്ലയുടെ ഈസി ഫിക്സേഴ്സും വാറ്റ്കിൻസിനെ ഒരുപാട് മാനേജേഴ്സ് ചൂസ് ചെയ്യാൻ കാരണമായി. ഇനി നമുക്ക് ട്രാൻസ്ഫർ ഔട്ട് നോക്കാം. ട്രാൻസ്ഫർ ഔട്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം ട്രാൻസ്ഫർ ഔട്ട് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന താരം സലയാണ്. കോവിഡ് ആയതുകൊണ്ട് ഒരുപാട് മാനേജേഴ്സ് അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമതായി അലക്സാണ്ടർ അർണോൾഡ് ആണ്. ഇഞ്ചുറി ആയതുകൊണ്ടും മോശം പെർഫോമൻസും കാരണം അദ്ദേഹത്തെയും ഒരുപാട് മാനേജേഴ്സ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു. മൂന്നാമതായി സോൺ ആണ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആയതുകൊണ്ടാണ് ടോട്ടനം താരത്തെ ഒരുപാട് മാനേജേഴ്സ് ട്രാൻസ്ഫർ ഔട്ട് ചെയ്തത്. അടുത്തതായി ഡാനി ഇങ്സ് ആണ്. ഡാനി ഇങ്സ് ഇഞ്ചുർഡ് ആയതുകൊണ്ടും ഇനി ഒരു മാസത്തോളം അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയറിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതുകൊണ്ടും ഒരുപാട് മാനേജേഴ്സ് ഡാനി ഇങ്സിനെയും ട്രാൻസ്ഫർ ഔട്ട് ചെയ്തു. അടുത്തതായി ഗെയിം വീക്ക് 9 പോകുമ്പോൾ ഇഞ്ചുറി അല്ലെങ്കിൽ കോവിഡ് കാരണം കളിക്കാൻ സാധ്യതയില്ലാത്ത താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി ചെൽസിയിലേക്ക് പോവുകയാണെങ്കിൽ ചെൽസിയിൽ ഹവേർട്സ് അതുപോലെ തന്നെ പുലിസിച്ച് എന്നീ 2 താരങ്ങൾ ഇഞ്ചുറി ആയതുകൊണ്ട് ഗെയിം വീക്ക് 9 കളിക്കാൻ സാധ്യതയില്ല. ക്രിസ്റ്റൽ പാലസിലേക്ക് പോവുകയാണെങ്കിൽ ക്രിസ്റ്റൽ പാലസിന്റെ എസെ അതുപോലെ തന്നെ മിച്ചൽ എന്നീ താരങ്ങളും ഗെയിം വീക്ക് 9 കളിക്കാൻ സാധ്യതയില്ല. എവർട്ടണിലേക്ക് പോവുകയാണെങ്കിൽ റിച്ചാർഡ്സൺ, അല്ലൻ, കോൾമാൻ എന്നീ താരങ്ങൾ ഗെയിം വീക്ക് 9 കളിക്കാൻ സാധ്യതയില്ലാത്ത താരങ്ങളാണ്. ഇനി ലെയ്സിസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ കസാഗ്നെ ഇഞ്ചുറിയിൽ നിന്നും ഇതുവരെ മുക്തനായിട്ടില്ല. അതുകൊണ്ട് തന്നെ കസാഗ്നെയും കളിക്കാൻ സാധ്യതയില്ല. ഏറ്റവും അധികം ഇഞ്ചുറി ഉള്ള ടീം ലിവർപൂൾ ആണ്. ഒരുപാട് താരങ്ങൾ ലിവർപൂൾ ഇഞ്ചുർഡ് ആണ്. അതിൽ തന്നെ ഹെർണാണ്ടസ് ഇഞ്ചുർഡ് ആണ്. അതുപോലെ തന്നെ അലക്സാണ്ടർ അർണോൾഡ്, ഫാബിഞ്ഞോ, വാൻഡീക് എന്നീ താരങ്ങൾ ഇഞ്ചുറി ആയി കളിക്കുകയില്ല. അതുപോലെ തന്നെ കോവിഡ് ആയതുകൊണ്ട് തന്നെ സലയും ഗെയിം വീക്ക് 9 കളിക്കുകയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെർലിംഗ് ഇഞ്ചുർഡ് ആണ്. അതുപോലെ തന്നെ അഗ്യൂറോ ഇഞ്ചുർഡ് ആണ്. ഫെർണാണ്ടിഞ്ഞോ, മെൻഡി എന്നീ താരങ്ങളെല്ലാം മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഇഞ്ചുർഡ് ആണ്. തീർച്ചയായും ഈ താരങ്ങളും ഗെയിം വീക്ക് 9 കളിക്കുകയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവുകയാണെങ്കിൽ ലിൻഡലോഫ് ഇഞ്ചുർഡ് ആണ്. ഗ്രീൻവുഡ് ഇൽനെസ് ആയതുകൊണ്ട് കളിക്കാൻ സാധ്യതയില്ല. റാഷ്ഫോർഡും ഇഞ്ചുർഡ് ആണ്. തീർച്ചയായും ഈ താരങ്ങളും ഗെയിം വീക്ക് 9 കളിക്കാൻ സാധ്യത ഉണ്ടാവില്ല. ഇനി നമ്മൾ സതാംപ്ടണിലേക്ക് പോവുകയാണെങ്കിൽ വാർഡ്പ്രോസ് ഇഞ്ചുർഡ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഇഞ്ചുറിയിൽ നിന്നും ഓക്കെ ആയിട്ടുണ്ട്. അടുത്ത ഗെയിമിൽ കളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഡാനി ഇങ്സ് ഇഞ്ചുർഡ് ആയതുകൊണ്ട് തീർച്ചയായും കളിക്കാൻ സാധ്യതയില്ല. സ്പേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഡൊഹേർട്ടി കോവിഡ് ആയതുകൊണ്ട് അടുത്ത ഗെയിമിൽ കളിക്കുകയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി വോൾസിലേക്ക് പോവുകയാണെങ്കിൽ വോൾസിന്റെ ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള കോഡി, നൗറി എന്നീ താരങ്ങൾ ഇഞ്ചുർഡ് ആയതുകൊണ്ട് അടുത്ത ഗെയിമിൽ കളിക്കുകയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമുക്ക് കുറച്ച് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ നോക്കാം. അതായത് കുറച്ച് മാനേജേഴ്സ് മാത്രം സെലക്ട് ചെയ്യുകയും എന്നാൽ വരും ഗെയിം വീക്കുകളിൽ കളിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് താരങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി മാഞ്ചസ്റ്റർ സിറ്റി താരമായ ഗബ്രിയൽ ജീസസ് ആണ്. ഗബ്രിയൽ ജീസസ് ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.3 ആണ്. അതുപോലെ അദ്ദേഹം ഇതുവരെ 2 ഗെയിം വീക്കിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. ആ 2 ഗെയിം വീക്കിലും അദ്ദേഹം സ്കോർ ചെയ്തു. ഇഞ്ചുറി ആയതുകൊണ്ടാണ് കുറച്ച് ഗെയിം വീക്കുകൾ അദ്ദേഹം കളിക്കാതിരുന്നത്. തീർച്ചയായും 15 പോയിന്റുകൾ ഇതുവരെ നേടിയ അദ്ദേഹത്തെ 1% മാനേജേഴ്സ് മാത്രമേ ഇതുവരെ ചൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇനി അങ്ങോട്ടേക്ക് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അല്പം ഈസി ആയിട്ടുള്ള ഫിക്സ്റ്റേഴ്സ് കൂടി ആയതുകൊണ്ട് തീർച്ചയായും ഗബ്രിയൽ ജീസസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് കരുതാം.
അടുത്തതായി സിറ്റി താരം തന്നെയായ ക്യാൻസലോ ആണ്. അദ്ദേഹം ഡിഫൻസ് പൊസിഷൻ കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തിന്റെ പ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് 5.4 മില്യൺ ആണ്. ഇതുവരെ അദ്ദേഹം 24 പോയിന്റുകൾ സ്വന്തമാക്കി. 2.2% മാനേജേഴ്സ് മാത്രമേ ഇതുവരെ അദ്ദേഹത്തെ ചൂസ് ചെയ്തിട്ടുള്ളൂ. റീസെന്റ് ആയിട്ടുള്ള മാച്ചുകളിൽ 90 മിനിറ്റ്സും കളിച്ചു വരുന്ന താരമാണ് ക്യാൻസലോ. അതുപോലെ അദ്ദേഹം ബോണസ് പോയിന്റുകളും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇഞ്ചുറി ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് സിറ്റി ടീമിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇനിയും അടുത്ത ഗെയിം വീക്കിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിറ്റി ഈസി ആയിട്ടുള്ള ഫിക്സ്റ്റേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ക്യാൻസലോയെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. അടുത്തതായി വെസ്റ്റ് ഹാം താരമായ മിഡ്ഫീൽഡറായ സൂസക്കാണ്. സൂസക്കും തീർച്ചയായും വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതുള്ളതുകൊണ്ടും സൂസക്കും നല്ല രീതിയിൽ കളിക്കുന്നതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും സൂസക്. 4.9 ആണ് അദ്ദേഹത്തിന്റെ കോസ്റ്റ്. 27 പോയിന്റ് ആണ് അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതുവരെ അദ്ദേഹത്തെ 2.8% മാനേജേഴ്സ് മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഈസിയും ഗുഡുമായിട്ടുള്ള ഫിക്സറാണ് ഇനി വെസ്റ്റ് ഹാമിന് വരാനിരിക്കുന്നതും. തീർച്ചയായും സൂസക്കിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു തീരുമാനമാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി വെസ്റ്റ് ഹാം താരം തന്നെയായ ഡിഫൻഡർ ആയിട്ടുള്ള മസോക്കു ആണ്. മസോക്കു 4.5 മില്യൺ ആണ് അദ്ദേഹത്തിന്റെ കോസ്റ്റ്. 1.8% മാനേജേഴ്സ് മാത്രമേ ഇതുവരെ അദ്ദേഹത്തെ ചൂസ് ചെയ്തിട്ടുള്ളൂ. 28 പോയിന്റുകൾ നേടിയ അദ്ദേഹം ഇനി അങ്ങോട്ടേക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം ആവറേജ് ഗുഡ് ആയിട്ടുള്ള ഫിക്സ്ചർ ആയതുകൊണ്ട് തീർച്ചയായും നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും മസോക്കു. അടുത്തതായി ലേസസ്റ്റർ മിഡ്ഫീൽഡറായ പ്രായറ്റ് ആണ്. പ്രായറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 5.5 മില്യൺ ആണ്. ഇതുവരെ അദ്ദേഹം 28 പോയിന്റുകൾ സ്വന്തമാക്കി. 0.4% മാനേജേഴ്സ് മാത്രമേ അദ്ദേഹത്തെ ഇതുവരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായും ലെസ്റ്ററിനെ സംബന്ധിച്ചോളം ഇനി അങ്ങോട്ടേക്ക് വളരെ ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ്. നമുക്ക് ധൈര്യമായ ലെസ്റ്റർ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താം. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, പ്രായറ്റ് ഫുൾ ടൈം കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. 60 മിനിറ്റ്സോളം കളിച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ആവാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ്. എന്നാലും പ്ലേയിങ് ലെവലിൽ ഇറങ്ങാൻ കൂടുതൽ സാധ്യതയുള്ള പ്ലെയർ തന്നെയാണ് പ്രായറ്റ്. തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഡിഫറൻഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ആയിരിക്കും പ്രായറ്റ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഗെയിം വീക്ക് 9 ശേഷം ഗെയിം വീക്ക് 9 റിസൾട്ടിനെ പറ്റിയും അനാലിസിസിനെ പറ്റിയുമായി പറഞ്ഞ സ്പോർട്സ് അറീന വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ആൻഡ് ഇറ്റ്സ് മീ ലിബിൻ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്പോർട്സ് അറീന. Thank you.